ജി കെ ഈ പട്ടിക പത്മ പുരസ്കാര ജേതാക്കളുടെ പൂർണ്ണമായ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 9 മണിക്ക് ശേഷമായിരുന്നു പൂർണ്ണ പട്ടിക പുറത്തു വന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അൺസങ് ഹീറോ വിഭാഗത്തിലെ പട്ടികയായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇത്തവണ അൺസങ് ഹീറോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ പട്ടികയിലെ പേരുകളും പ്രധാന പട്ടികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് ശ്രദ്ധേയം. ഇത്തവണ ഈ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിമാനകരമായ ഒരു സാഹചര്യം തന്നെയാണ്. 5 പേരുടെ പത്മവിഭൂഷൺ പട്ടികയിൽ ജേതാക്കളുടെ പട്ടികയിൽ 3 പേരും കേരളത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, CPIM-ന്റെ മുതിർന്ന നേതാവ്, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടാതെ സാഹിത്യകാരൻ P നാരായണനെയും ജസ്റ്റിസ് KT തോമസിനെയും പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. 3 പേർ ഒരേ സമയം ഈ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് തന്നെ പറയാം. നേരത്തെ 2 പേർ കേരളത്തിൽ നിന്ന് ഒരേ സമയം പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യമുണ്ട്. എങ്കിൽ പോലും പട്ടികയിലെ 5-ൽ 3 പേരും കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ, അതേസമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു സാഹചര്യമാണ്. കൂടാതെ മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടാതെ പത്മശ്രീ പുരസ്കാരം കേരളത്തിൽ നിന്നും 3 പേർക്കാണ്. ശാസ്ത്രജ്ഞൻ AE മുത്തുനായകം, ഒപ്പം തന്നെ കലാമേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി കലാമണ്ഡലം വിമല മേനോൻ, ഇതോടൊപ്പം ആണ് പരിസ്ഥിതി പ്രവർത്തക ദേവകി അമ്മ എന്നിവരെയാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരത്തിനായി. ഏതായാലും ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ 2ാമത്തെ ഉയർന്ന സിവിലിയൻ പുരസ്കാരം, സിവിലിയൻ ബഹുമതി എന്ന് നമുക്ക് പത്മവിഭൂഷണെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികളാണ് എന്നത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനാർഹമായ സംഭവമാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന് അങ്ങേയറ്റം അഭിമാനം ഉണ്ടാകുന്ന നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി, CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദൻ, സുപ്രീം കോടതിയിലെ മുൻ ജസ്റ്റിസ് KT തോമസ്, അതോടൊപ്പം തന്നെ സാഹിത്യകാരൻ P നാരായണൻ, സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തകൻ എന്ന നിലയിൽ P നാരായണൻ, ഈ 3 പേരാണ് പത്മവിഭൂഷൺ, രാജ്യത്തെ 2ാമത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ബഹുമതിയായ പത്മവിഭൂഷണ് അർഹരായിരിക്കുന്ന മലയാളികൾ, കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്ന മലയാളികൾ ഈ 3 പേരാണ്. ഇതാദ്യമായാണ് 3 പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ മലയാളികൾക്ക് ഒരേ സമയം ഒരേ വർഷം ലഭിക്കുന്നത്. 5 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ 3 പേർ മലയാളികളാണ് എന്നത് മലയാളികൾ എന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന സംഭവമാണ്. രാജ്യത്തെ 2ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അതിന് പുറമെ കേരളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി, അതോടൊപ്പം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മുത്തുനായകത്തെ പത്മശ്രീ നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ. അതോടൊപ്പം കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ ലഭിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.